അടുത്ത റിപ്പോർട്ടിലേക്കാണ്. തിരുവനന്തപുരം മുതലപ്പുഴ അഴിമുഖത്തെ മണൽ നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ വിളിച്ച സംയുക്ത മത്സ്യത്തൊഴിലാളികളുടെ യോഗം തുടങ്ങി. മന്ത്രി വി ശിവൻകുട്ടിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം മുതലപ്പുഴയിൽ അടുത്ത മാസം 15-നകം മണൽ പൂർണ്ണമായും നീക്കം ചെയ്യാമെന്ന് ഫിഷറീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അജീഷ് ജയകുമാറുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അജീഷ്, ഒരു ഭാഗത്തുനിന്ന് നോക്കിയാൽ ഈ മണൽ നീക്കം ചെയ്യുന്നത് പൂർണ്ണമായി അവിടെ നീക്കം ചെയ്യുന്നത് ഗുണകരമാണ് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചായാലും. ഇപ്പോൾ മന്ത്രിയുമായുള്ള ചർച്ച അത് തുടങ്ങിയിട്ടുണ്ട്. ഇതിനകം ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം നമുക്ക് അവിടെ നിന്ന് ലഭ്യമാവുന്നുണ്ടോ? ഈ വിഷയത്തിൽ ഇനി എന്ത് ചെയ്യാനായിരിക്കും നീക്കമുണ്ടാവുക? കീർത്തന, മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം ആരംഭിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി യൂണിയനും ജില്ലാ കളക്ടറും ജനപ്രതിനിധികളടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ അനക്സ് 2-ലാണ് ഈ യോഗം നടക്കുന്നത്. യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതിനിടയിൽ ഈ മാസങ്ങൾക്ക് മുമ്പ് ന്യൂനപക്ഷ കമ്മീഷൻ ഈ മുതലപ്പുഴയിൽ അപകടങ്ങൾ തുടർക്കഥയായതോടെ ഒരു കേസ് എടുത്തിരുന്നു. സ്വമേധയാ എടുത്ത കേസാണ്. ആ കേസിന് പിന്നാലെ ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പുകൾക്ക് ഇതിൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ വ്യക്തമായ ഒരു മറുപടി അധികം നാളുകളായി നൽകിയിരുന്നില്ല. ഇന്ന് ഈ സമരം ശക്തമായ ഒരു പശ്ചാത്തലത്തിലാണ് ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഡിവിഷൻ എഞ്ചിനീയർ ഒരു റിപ്പോർട്ട് ന്യൂനപക്ഷ കമ്മീഷന്റെ ഇന്നത്തെ സിറ്റിംഗിൽ നൽകിയത്. അതായത് ഒരു മാസത്തിനകം മെയ് 15-നകം തന്നെ ഈ പൊഴിമുഖത്ത് അടിഞ്ഞുകൂടിയ എല്ലാ മണലും നീക്കം ചെയ്യുന്നതിനായി മാരിടൈം ബോർഡിന്റെ ഡ്രഡ്ജർ ഇവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഇവിടെ നിന്ന് വാരുന്ന മണൽ അത് കേരള മിനറൽസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് കൊടുക്കാനുള്ള അതിന്റെ നടപടികൾ നടന്നു വരികയാണ്. അതിന്റെ ഒരു പ്രപ്പോസൽ സർക്കാരിന് നൽകിയിട്ടുണ്ട്. സർക്കാർ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ മണൽ അവർക്ക് കൊടുക്കാനുള്ള നടപടികൾ എടുക്കും. കൂടാതെ തന്നെ ഈ സർക്കാർ, അതായത് പുലിമുട്ടിന്റെ നീളം വർദ്ധിപ്പിക്കുന്ന കാര്യം, അക്കാര്യത്തിലും അവർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ നീളം വർദ്ധിപ്പിക്കുന്ന കാര്യം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിന്റെ അലൈൻമെന്റ് അടക്കമുള്ള കാര്യങ്ങൾ ഒരു കരാറിൽ ഏർപ്പെടും. ഈ കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം 1.5 വർഷത്തിനുള്ളിൽ തന്നെ ഇതിന്റെ പോരായ്മകളൊക്കെ, അശാസ്ത്രീയതകളൊക്കെ പരിഹരിച്ച ശേഷം ഈ പുലിമുട്ടിന്റെ നീളം വർദ്ധിപ്പിക്കുന്ന നടപടികളും പൂർത്തിയാക്കുമെന്നാണ് ഈ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ന്യൂനപക്ഷ കമ്മീഷന്റെ ഇന്നത്തെ സിറ്റിംഗിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഇന്നത്തെ യോഗം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംയുക്ത മത്സ്യത്തൊഴിലാളി യൂണിയൻ ഭാരവാഹികളാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമായും അവരുടെ ആവശ്യങ്ങൾ ഈ പുലിമുട്ടിന്റെ നീളം വർദ്ധിപ്പിക്കൊപ്പം തന്നെ ഈ മണൽ നീക്കം അത് പൂർണ്ണമായിട്ടും നടത്തണമെന്നതാണ്. എന്തായാലും 2 മന്ത്രിമാരാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്, സജി ചെറിയാൻ, വി ശിവൻകുട്ടി. ആ ചർച്ച ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്.